ആരിഫ് ഹുസൈൻ എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്താണ്? എൻ്റെ പേടി ഞാൻ പറഞ്ഞില്ല, കിളി എപ്പോൾ പോകുന്നുള്ളതാണ് നമ്മുടെ പേടി. കാരണം നമ്മളാക്കുന്നത് നമ്മളെ കിളി അവിടെ ഇരിക്കണോണ്ടാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ വായ തുറന്ന് എന്തെങ്കിലും മണ്ടത്തരം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും ഭയമുള്ള കാര്യം അതാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മൾ സ്വയം വാലിഡേറ്റ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ട്, ആളുകൾ നമുക്ക് ഫീഡ്ബാക്ക് തരും, അങ്ങനെയുണ്ട്. അത് ഓൺഗോയിങ് ഒരു പ്രോസസ്സായിട്ടാണ് നമ്മളത് മാറ്റുന്നത്. പിന്നെ നമ്മളില്ലെങ്കിൽ ഇത് നിന്ന് പോരുത് എന്നുള്ളത് അങ്ങനെയുണ്ടല്ലോ. ഈ സാധനം തുടർന്ന് പോകണം. നമുക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു സാധനമല്ല. അപ്പോൾ ഇത് തുടർന്ന് പോകാനുള്ള വഴികൾ. അപ്പോൾ അത് കുറേ ആളുകൾ അങ്ങനെ ഒരു എംപവർ ചെയ്യുന്നൊരു സംഗതി കൂടി ഉണ്ടാക്കി വെക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനം ഒരു വഴി നമ്മൾ തുറന്നിടുന്നു. അത് ബാക്കിയുള്ള ആളുകൾക്കും അത് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിട്ട് നമ്മളിതെന്തോ ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള സാധനമാണ്, ഇത് എനിക്ക് മാത്രം എന്തോ മുകളിൽ നിന്ന് കിട്ടിയത്, അങ്ങനെ നമ്മളിത് പ്രചരിപ്പിച്ചാൽ വലിയ അപകടമാണത് അല്ല. ഇപ്പം ചില സമയത്ത് ഞാൻ ആലോചിക്കണ്ട, ചിലപ്പോൾ നമ്മളിങ്ങനെ പണ്ട് പറഞ്ഞ ശീലത്തെ ചിലപ്പോൾ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഉടനെ ആളുകൾ പറയാൻ എന്തപ്പോൾ പുതിയ നബി എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം. കാരണം ഇത്രയും നാൾ അങ്ങനെ എല്ലാം നമ്മളറിയാതെ പറഞ്ഞായിരിക്കുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അവരതുവരെ നോക്കും ആളുകൾ. അപ്പോൾ അതാണ് ഇപ്പോൾ നോക്കുന്നത്. നമ്മൾ പറയുന്നതിൽ ഈ ഒരു ഹോളി ക്യാമൽ ഒരിക്കലും കടന്നു വരരുത്. അത് ഒരു 0.1% പോലും വരരുത്. വന്നാൽ പ്രശ്നമാണ്. വന്നാൽ അവർക്ക് പറയാനുള്ള ധൈര്യം കുറയുക ചെയ്യാം. അതായത് ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും പച്ചയ്ക്ക് പറയുന്ന എനിക്ക് പോലും പേടിയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ? പിന്നെ ഞാനെങ്ങനെ പറയും? ഇതാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ അവരെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പരമാവധി ഇത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ അതാണ് പേടി. ഇതാണ് കിളിയപ്പോൾ പോകുന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും നമ്മൾ കിളി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? സന്തോഷം നമ്മൾ പറഞ്ഞത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നു, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് അത്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കൺസേൺ പോലും ആളുകളോട് പറയാൻ കഴിയില്ല. അവർക്കൊരു സഹായം വേണ്ട ഒരു ഘട്ടത്തിൽ അവർക്കത് പറയാൻ കഴിയില്ല. എന്നിട്ട് അവർ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷമം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. അത് വിഷമമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്താണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അപ്പോൾ അതിലൂടെ നമുക്കൊരു വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാവും. അത് വളരെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ഒരു മ്യൂച്വലി നിലനിൽക്കുന്നൊരു സംഗതി. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത്തും ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുകയാണ്. അതങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ.